നീ മേടിക്കാന്നും വേണ്ട. ഇന്നത്തോടെ അവൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാം. പിന്നെ എന്താന്നല്ല നിനക്ക് ഞാനില്ലേ. എന്താ കാണണോന്ന് പറഞ്ഞേ? ഇന്നലെ വന്നിനെ ഏതോ പെണ്ണായിട്ട് കണ്ടല്ലോ. ഏത് പെണ്ണ്? രമ്യ. വൈകിട്ട് 3:30 ലുലു മോളി വെച്ച്. രമ്യ? രമ്യ, നമ്മുടെ രമ്യ. ഞങ്ങളോട് പണ്ട് ട്യൂഷൻ പഠിച്ചേ 2ാം ക്ലാസ്സിൽ. മൊബൈൽ ചെക്ക്. ആ മൊബൈലിങ് വന്ന ഫോണാ കൊടുക്കല്ലേ? എന്നാ നീ എന്തിനാ പിന്നെ കാണിക്കാൻ? കുളിച്ചോന്ന് കുളിച്ചോന്ന് ചോദിക്കുന്നോണ്ട് എന്താ കുഴപ്പം? കുട്ടി കുളിക്കാറില്ലേ? കുളിക്കുന്നോണ്ട് കുഴപ്പമില്ല. പക്ഷെ കുളിച്ചു കഴിഞ്ഞാൽ എന്തോ ഇടുന്നേന്ന് ചോദിക്കുന്ന ഇച്ചിരി കുഴപ്പമാ. പറ്റിപ്പോയി, എന്തേലും പറ. ഞങ്ങളുടെ ട്യൂഷൻ ക്ലാസ്സിൽ ഇത്തിരി ഫാഷൻ സെൻസ് ഉള്ള ആ കുട്ടിക്കായിരുന്നു, അതുകൊണ്ട് ചോദിച്ചു. അല്ലടാ പോട്ടി. ഓഹോ തരാം. രാത്രി വന്നാ ഡോറ് തുറന്ന് തരുമോന്ന്. എന്തിനാ അച്ഛനെ കാണാനോ? അയ്യോ ചീറ്റല്ലേ, അവിടെ നിന്ന് പറഞ്ഞാ മതി. ചതി. എന്തേലും ഒന്ന് പറയടാ. ഇന്ന ഒരു സത്യം പറയട്ടെ. കണ്ട അപ്പൊ എത്ര നേരം പറഞ്ഞ കള്ളമാണ്. ചുമ്മാ ഇറ. എനിക്ക് വേണ്ടിയിട്ടാണ് ഇവ അങ്ങനെയൊക്കെ ചോദിച്ചത്. എനിക്ക് രമ്യനെ അത്രയ്ക്ക് ഇഷ്ടമാണ്. എനിക്ക് രാത്രി ചെല്ലാൻ വേണ്ടിയിട്ടാണ് ഇവ ഡോർ തുറന്നിട്ടോ എന്നൊക്കെ ചോദിച്ചത്. ഇല്ലടാ മോൻ്റെ മോനെ. അതെ, അത്ര ചെറിയ കാര്യത്തിന് നീ അവനെ സംശയിച്ചല്ലേ? വേണ്ട, കഥ മാറിയ അനിയങ്ങ് വന്നാണ്. നിനക്ക് ഇതിന്റെ ദിവസക്കൂലിയോ മാസക്കൂലിയോ? അല്ല ഇതിന്റെ വകുപ്പ് അങ്ങനെ എല്ലാ പെണ്ണുങ്ങൾക്കും കിട്ടും. അത് ഞാൻ ഇച്ചിരി കയറിയുള്ള വിടത്തില്ല. നാലും നീനെ സംശയിച്ചോ? എന്റെ പൊന്നോക്കിയിൽ ഇങ്ങനെ വെച്ചിറക്കണേ കൊല്ലും. എനിക്ക് എന്റെ പെങ്ങളെ നല്ല വീട്ടിൽ കെട്ടിച്ചു കൊണ്ടുവന്നുണ്ട്. ഇടോ, താൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ രണ്ടും കൂടെ ഒളിച്ചോടാ. പിന്നെ താൻ രണ്ടിനെയും കൊല്ലൂ. ആ കൊല്ലും. ഓഹ്, ആ ചെറുക്കൊന്ന് വന്നോട്ട് ഇവിടെ വെച്ച് തന്നെ ഒത്തീർപ്പാക്കാം. എന്നാലും അവ എന്തോ കാണിച്ച് വീഴ്ത്തിയെന്ന് എനിക്കറിയാൻ വയ്യാത്ത. വക്കീൽ ബ്രോ വന്ന കാര്യം മാത്രം പറഞ്ഞാൽ മതി. ധൃതി വെക്കാതെ സംസാരിക്കാനല്ലേ വിളിച്ചു വരുത്തിയത്. എന്റെ പൊന്നനിയ അവനോ എന്റെ പെങ്ങളെ നിനക്ക് കെട്ടിച്ചേരാൻ യാതൊരു താല്പര്യമില്ല. അങ്ങനെയാണ് എന്റെ പൊന്നു വക്കീൽ ബ്രോ. ഞാൻ അവളെ കൊണ്ട് വിളിച്ചോട്ടും അല്ലെ അവളെ എന്നെ കൊണ്ട് വിളിച്ചോട്ടും. നീ ഒളിച്ചോടൂടാ. എന്റെ പൊന്നുണ്ടാക്കണ്ട വക്കീലെ. ഉണ്ടിക്കണ്ണ വക്കീല്. ആ അത് തന്നെ. ഈ ജോലിയും കൂലി ഇല്ലാത്തവനൊന്നും ഞാൻ പെങ്ങളെ കെട്ടിച്ചു കൊടുക്കൂല. ആരാ പറഞ്ഞ ജോലിയില്ലെന്ന്? എന്താ നിന്റെ ജോലി? കൂൾ ബിസിനസ്. അന്തര ബിസിനസ്? ഈ കൂളിന്റെ ബിസിനസ് ഇല്ലേ? ഷോ എടോ, അത് IPC സെക്ഷൻ പ്രകാരം ഭയങ്കര കുറ്റമാണ്. അതേ സെക്ഷൻ പഠിക്കാൻ പറ്റുന്ന സമയത്ത് പഠിക്കണം. ഏതെങ്കിലും നോട്ടീസ് എന്റെ കമ്മിറ്റിയുടെ കേസാണ്. വക്കീലെ, ഇവൻ ഞങ്ങളുടെ ജാതി പോലും അല്ല ഒന്നാമത്. ജാതി പറയാതോ. എന്റെ പൊന്നു കൊണ്ട വക്കീലെ. ഉണ്ണിക്കണ്ണ വക്കീല്. ആ വക്കീലെ, അങ്ങനെ ജാതി പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഇതിൽ കൂടിയ ജാതി ആളുകളാ. അതേത് ജാതി? നമ്മൾ ജാതി ആളുകളാ. ആ കടയിൽ നിന്ന് എന്റെ വക ഒരു സോഡയെ കൂടി ഞാൻ കാശ് കൊടുത്തോളാം. നീങ്ങും വന്നേ. ഞാൻ അന്നേരെ പറഞ്ഞില്ലേ ഇതേതോ കന്നിവാസ്തി ഉണ്ടായതാന്ന്. ഞാൻ ഒരു വഴി പറയാം. നീ അവനെ കൊല്ല്. ആ കേസ് ഞാൻ വാദിക്കാം. എന്നിട്ട് നിന്റെ പെങ്ങളെ ഞാൻ കെട്ടാം. ഒന്നും പറയണ്ട. വക്കീലെ, ഞാൻ പിന്നെ കണ്ടോളാം. ഇത് കേസ് വേറെയാ. ചോറ് എന്തോ ഉദ്ദേശം? ചോറ് കഴിഞ്ഞ ആഴ്ച അമ്മയടുത്ത് പെണ്ണ് കെട്ടണമെന്നൊക്കെ പറയുന്ന കേട്ടു. അപ്പൊ അങ്ങനെ തോന്നി. പെണ്ണ് കെട്ടണമെങ്കിൽ ജോലി വേണ്ടേ? അച്ഛൻ തിരിച്ച് ഗൾഫിൽ പോകുന്നില്ലേ? ഞാൻ എക്സിറ്റ് അടിച്ചാണ് വന്നത്. ആരടുത്ത് ചോദിച്ചിട്ട്? പണിക്കുമ്പോ നിനക്ക് കല്യാണം കഴിക്കണ്ടേ? നിനക്ക് കെട്ടണമെങ്കിൽ ചേട്ടൻ ആദ്യം കെട്ടണം. അവനാണെങ്കിൽ ജോലിയില്ല. ഞാൻ പറഞ്ഞിട്ടാവൊന്നും കേൾക്കുന്നൊന്നുമില്ല. നീ ഒന്ന് സംസാരിച്ചു പോകും. ചേട്ടാ, അതെ, എനിക്കൊരു കല്യാണം കഴിക്കണമായിരുന്നു. കഴി ആരെങ്കിലും പിടിച്ചു വെച്ചേക്കുന്നു? അതല്ല ഏട്ടാ, ചേട്ടൻ കെട്ടിയാലേ എനിക്ക് കെട്ടാൻ പറ്റത്തുള്ളൂ. എനിക്ക് പെണ്ണിനെ നീ കണ്ടു വെച്ചുണ്ടോ കേട്ടെ? പണിക്ക് പോത്തിലൊന്ന് ശബ്ദം എടുത്ത മനസ്സങ്ങേണ്ട. നമുക്ക് ചെയ്യാനാവില്ല. പ്രാർത്ഥിക്ക്. വിട്. ഏത് സമയത്ത് ഇതൊക്കെ മതിയായിരുന്നു. പൊടി കപ്പലണ്ടിനുള്ള പ്രായം. ആ പെണ്ണെ കണ്ട? അതായിരുന്നു എന്റെ പഴയ കാമുകി. അയ്യോ, സൂപ്പർ പണ്ടോ. ഇവ എന്തിനാ അവളെ കളഞ്ഞ്? അവൻ കളഞ്ഞല്ല, അവള് കളഞ്ഞ. ഓ, ഇനി എന്റെ വണ്ടിയിലോട്ട് കയറും. ഇതുവാടാ, ആരും ഇല്ലടാ അടി ഉണ്ടാക്കാൻ. ചേട്ടാ, ഉത്സവത്തിന് ആനയുണ്ടോ കേട്ടോ? ഇല്ലടാ, ആ മൂട്ടി 2 ആട്ടിനെ കൊണ്ട് തീർത്തു. നീ പ്ലാവല പറിച്ചിട്ട് കൊടുക്കും. ശരി ചേട്ടാ, ഞാൻ പ്ലാവിലെ പറിച്ചിട്ട്
രാവിലെ പറിക്കാൻ പോന്നു. രതീഷ് ഇതുപോലെ അവനെ കണ്ട അവൻ കുറെ നേരമായിട്ട് നിന്നെ ഒരു ഭയങ്കര റോങ് നോട്ടം പിടിച്ചേ. എന്തോ ചേട്ടനെ എനിക്ക് ഇഷ്ടമായി. കഴിഞ്ഞ ഉത്സവത്തിന് മുണ്ടുപടക്കി അടിച്ചില്ലേ, ഞാൻ കണ്ടു. വീടെവിടെയാ? ഞാൻ ചെന്ന് കയറിയിട്ട് വരാം. അവ ഇതിൻ്റെ ഒക്കെ ആളാ പറഞ്ഞേ വിടാ. ദേ പുതിയൊരു ചേട്ടൻ. നീ കൂടെ ചെന്ന് കയറുന്നത് എന്താ എന്ത്? അയ്യോ, സന്ദീപ് സാറിന്റെ വീടായിരുന്നു. ഓ സാറേ ടി വി നന്നാക്കണ്ടെന്ന് പറഞ്ഞു. ഓ തന്നെ വാ. ഇപ്പൊ ഇതല്ലയോ പരിപാടി. ആ പഠിക്കാൻ വിട്ട സമയത്ത് പഠിക്കണമായിരുന്നു. സാറ് അത്യാവശ്യത്തിനെല്ലാം കണ്ടോണ്ടിരുന്നായിരുന്നു. ആ ഞാൻ 11 മഴ സീരിയൽ കണ്ടോണ്ടിരുന്നേ. അടുത്ത കുടുംബങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് റെഡിയാക്കി കിട്ടണം. അതിപ്പം ശരിയാക്കി തരാം സാർ. എനിക്കന്നേ അറിയായിരുന്നു നീ ഗുണം പിടിക്കത്തില്ല. അല്ല അന്നേ പഠിക്കാൻ വന്ന സമയത്ത് പെൺപിള്ളാരെ മണപ്പിച്ചോടപ്പല്ലായിരുന്നു. സാറിന്റെ പിണങ്ങിപ്പോയ ഭാര്യ തിരിച്ചു വന്നായിരുന്നു. അത് നീ അങ്ങനെ അറിഞ്ഞു? സാറ് വക്കീൽ ഓഫീസിൽ ഭാര്യയുടെ കാല് പിടിച്ച് കരയുന്നൊക്കെ ഗ്രൂപ്പിൽ വന്നായിരുന്നു. വയറിലായിരുന്നു. പണ്ട് മറ്റേ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച സതീഷ് ഇപ്പൊ അവിടെ ഉണ്ട്. അവൻ പന്തലൂണിക്ക് വന്നു. സാറ് പഠിപ്പിച്ച പിള്ളേരൊക്കെ വലിയ നിലയിൽ എത്തിയിട്ടുണ്ട്. എങ്ങനെ എത്തും? പണ്ട് ലൈം സോഡയുടെ പ്രോസസ്സ് വെച്ചപ്പോഴത്തേക്ക് ഫുൾ ജാർ സോഡ എങ്ങനെ ഉണ്ടാകുന്നെന്ന് പറഞ്ഞ ടീംസാ നീയാക്ക്. ഇവർക്കൊരു മാറ്റമില്ലല്ലോ. ഇതാണല്ലേ സാറേ പാതിരാമഴ. എത്രയായി? വേണ്ട, കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചോളാം. ആ പോ. ഡാ പിന്നെ വല്ല PSC എഴുതി എവിടെയെങ്കിലും കേറാൻ നോക്ക്. ഞാൻ ഇയാളെ ഇനി കുടുംബങ്ങളൊക്കെ കാണണ്ട. ഒരു കുത്തോളക്കം പിടിച്ച് പുറത്തിരിക്കും. പോലെ എന്ന് ശരിയാക്കി തന്നിട്ട് പോടാ. ഈ വയറോടെ കുത്തണ്ട. മര്യാദക്കോടെ ജോലി ചെയ്തിട്ട് വീട്ടിൽ പോകണം. നീ ഇന്നലെ എന്തോടെ ഷാർജക്കകത്ത് ഇട്ട് കൊടുത്ത വെളുത്തുള്ളി എന്തിന്? ഫ്ലേവർ കിട്ടാൻ. അല്ല, അണ്ടിപ്പരിപ്പാന്ന് ചോദിച്ച് മാറിപ്പോയി. എന്ത് നിന്നെ എന്നെ അൽഫാ സെക്ഷനിൽ കണ്ടുപോരുത്. ഒരു കോഴിക്ക് എത്ര കാലം ഉണ്ടോ? 4. എങ്ങനെ? 2 കൈയും 2 കാലും. പിന്നെ പോ. കണ്ണു ഉറക്കുന്നതിന് മുമ്പ് എന്റെ മുമ്പിൽ പോ. ചേട്ടാ ഇത് പെരിയാണോ? അല്ല, പെരി പെരി തന്നെ. ഞാൻ പറയാണല്ലോ ഉണ്ടാവും. ഇന്നലെ ഞാൻ ഒരു പെട്ടി ബിസ്ക്കറ്റ് വാങ്ങിച്ചു വെച്ചു. അതൊക്കെ എന്ത് വിറ്റുപോയി. ചിരിയില പൊടി പോലും പോയിട്ടില്ല. അങ്ങോട്ട് നീങ്ങിന്ന് ആ കർട്ട ഒന്ന് പൊക്കിക്ക്. എന്താ ഇത്? പുതിയ ബേക്കറി എല്ലാം തുടങ്ങുന്നുണ്ടോ എന്നെ മൂഞ്ചിക്ക്? ഒരു കാര്യം ചെയ്യാം, ഒരു കയറി കെട്ടിത്തൂക്കി അങ്ങ് കേട്ടെ. അപ്പൊ ആൾക്കാർക്ക് അറിയാം ഏതൊക്കെ ബിസ്ക്കറ്റ് ഉണ്ടെന്ന്. ഇരുന്നിടത്ത് കൊണ്ടുപോയിടാ. ഈ ആഴ്ചക്കുള്ളിൽ 2 എണ്ണത്തിൽ ഒരുത്തൻ ഞാൻ പുറത്താക്കും. അത് നീ ആവാതിരിക്കാൻ സൂക്ഷിച്ചോ. ഞാൻ കൊടുക്കാം. ഞാൻ കൊടുക്കും. ഇയാൾക്ക് മുതലായിട്ട് മുമ്പ് ഷോണിക്കല്ലേ? ഓ ഇംപ്രസിങ്. ഞാൻ കൊടുക്കും. നീ കൊടുക്കത്തില്ല. കൊടുറാ. കടപൂട്ടി